നമസ്കാരം. തലശ്ശേരിയിൽ ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ കയ്യേറ്റം ചെയ്ത 55 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്ക് മണോളിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. കാവിലെ ഉത്സവത്തിനിടെ പോലീസുകാരെ പൂട്ടിയിട്ട ശേഷം പ്രതിയെ മോചിപ്പിക്കുകയായിരുന്നു. പോലീസുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പൂട്ടിയിടുകയും ചെയ്തു. ക്ഷേത്ര ഉത്സവത്തിനിടെ എഴുന്നള്ളിപ്പ് നടന്നപ്പോൾ CPM പ്രവർത്തകർ ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചത് BJP പ്രവർത്തകർ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് തടയാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെയും ആക്രമണമുണ്ടായി. കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റയെണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്നും ഭീഷണി മുഴക്കിയെന്ന് FIRൽ പറയുന്നു. കഴിഞ്ഞ ദിവസം മണോളിക്കാവിൽ കലശം വരവിനിടെ CPM BJP സംഘർഷമുണ്ടായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച തലശ്ശേരി SIയെ ഉൾപ്പെടെ CPM പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. ഈ കേസിലെ പ്രതിയെ പിടികൂടാൻ ഉത്സവം നടക്കുന്നതിനിടെ കാവിലെത്തിയ പോലീസിൽ നിന്നാണ് CPM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് പ്രതിയെ മോചിപ്പിച്ചത്. പോലീസ് വാഹനത്തിൽ നിന്നും ഇറക്കിയ പ്രതിയുമായി കാവിന് പുറത്തു കടന്ന പ്രവർത്തകർ പോലീസിനെ കാവിനകത്താക്കി ഗേറ്റ് പൂട്ടി. വനിതാ SIയെ ഉൾപ്പെടെ മർദ്ദിച്ചു. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പോലീസും CPMും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിലെ പോലീസുകാർക്ക് പോലും രക്ഷയില്ലാതായെന്ന് BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കോഴി പ്രസ്താവനയിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം തലശ്ശേരി മണോളിക്കാവിലെ ഉത്സവത്തിനിടെ പ്രാദേശിക CPM നേതാക്കളുടെ നേതൃത്വത്തിൽ പോലീസിനെതിരായ അക്രമം സൂചിപ്പിക്കുന്നത് പോലീസ് സേനയ്ക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമില്ലെന്നാണ്. പ്രദേശത്തെ CPMകാർ തമ്മിലുള്ള അസ്വാരസ്യമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു വിഭാഗം CPMകാർ തെയ്യക്കോലത്തെ അധിക്ഷേപിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത്. ചേരിതിരിഞ്ഞ് സംഘർഷമായതോടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇടപെട്ടപ്പോഴാണ് പോലീസിന് നേരെ അക്രമം ഉണ്ടായത്. നേരത്തെ നിരന്തരം CPM അക്രമം നടന്ന പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമാധാന അന്തരീക്ഷമാണ്. CPM സംഘം പരസ്പരം പോരടിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പോലീസിനെ ഭയപ്പെടുത്തിയും ആക്രമിച്ചും നിഷ്ക്രിയമാക്കാനുള്ള CPM നീക്കം അംഗീകരിക്കാനാവില്ല. അക്രമികൾക്കെതിരെ കേസെടുത്ത് സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്താനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ബിജു ഏളക്കുഴി ആവശ്യപ്പെട്ടു.